ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ. പൊറുക്കില്ല ഞാൻ. ബാല, യമുനയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം സത്യയ്ക്ക് ദുരന്തമുണ്ടായത്. യമുനയെ കൊല്ലുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയെന്ന് വ്യക്തമായപ്പോൾ ഒന്നിനും മടിക്കാത്ത മസ്താനെ അവർ ദൗത്യമേൽപ്പിച്ചു. ഇനി ഇവിടെ എന്തും സംഭവിക്കാൻ തിരുമേനി. അവൻ ഈ കൊട്ടാരത്തിന്റെ ഏതോ കോണിലുണ്ട്. ലക്ഷ്യം നിറവേറ്റിയ ശേഷം ആരും അറിയാൻ രക്ഷപ്പെടാണ് അവന്റെ പരിപാടി. അത് നടക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. എന്താണ് അവന്റെ ലക്ഷ്യം? എന്റെ സ്വത്തുക്കളാണോ? വേണമെങ്കിൽ അവൻ ചോദിക്കുന്ന എന്തും ഞാൻ കൊടുക്കാം. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. സ്വത്തിനു വേണ്ടി മാത്രമാണ് അവൻ യമുനയെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ കാരണം തിരുമേനിയാ. ഞാൻ എന്ത് തെറ്റിയെന്നാണ് നിങ്ങളീ പറയുന്നത്? വളർത്തുമഴായിട്ട് പോലും ഞാൻ അവളെ കൂടുതൽ സ്നേഹിച്ചു പോയതോ? അതോ എനിക്കുള്ളതെല്ലാം ഞാൻ ഉണ്ണിയുടെയും യമുനയുടെയും പേരിൽ എഴുതി വെച്ചതോ? അതെ, അവിടെ നിന്നാണ് ഈ കുഴപ്പങ്ങൾ ആരംഭിച്ചത്. യമുനയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഉണ്ണി യമുനെ വിവാഹം കഴിച്ചാല് അയാൾക്ക് കിട്ടേണ്ട സ്വത്തുക്കള് അയാൾക്ക് കിട്ടില്ല എന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് തലേന്നാള് അയാൾ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തിയതും ഈ വിവാഹത്തിൽ പിന്മാറണമെന്നും പറഞ്ഞത്. ഉണ്ണി പിന്മാറില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണിയെ കൊല്ലാനായി അവനൊരു വാടക കൊലയാളിയെ കണ്ടെത്തി. അവൻ ആ കൃത്യം ഭംഗിയായി ചെയ്യുകയും ചെയ്തു. പിന്നീട് അയാളുടെ ലക്ഷ്യം യമുനയായിരുന്നു. യമുന മരിച്ചാല് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് ന്യായമായിട്ട് അയാൾ ധരിച്ചിട്ടുണ്ടാവും. കുമാരനാശാനെ കണ്ട് ഞങ്ങളെ ഏർപ്പാടാക്കിയതും അയാൾ തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് യമുനയെ കൊല്ലാൻ കഴിയില്ലെന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമായപ്പോൾ അയാൾ കണ്ടുപിടിച്ച മാർഗം കൂടുതൽ അപകടം പിടിച്ചതായിരുന്നു. തിരുമേനി, എനിക്കറിയാം എന്തിനും മടിക്കാത്തവരെയാ അയാൾ ഇപ്പൊ ആശ്രയിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കാം? ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. ചോദിക്കുന്ന എന്തും ഞാൻ നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്കൊന്നും വേണ്ട. യമുനയെ രക്ഷിച്ചിട്ടേ ഈ കല്ലൂർക്കാരന്മാർ മഞ്ചാടിക്കരയിൽ നിന്ന് മടങ്ങും. ചേട്ടാ, മസ്താന്റെ മരണത്തിന് പകരം ചോദിക്കാൻ അവൻ വരും. വരാതിരിക്കില്ല. അവൻ വന്നാ അവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ആര് വരുമെന്നാ നീ പറയുന്നത്? മുഷ്താഖ്. വിളി, ഞാൻ പറയാ. മോനെ ഇല്ല, നമ്മളെ കൊന്നാലും നമ്മളത് പറയില്ല. മുസ്താഖ്, നീ ഇവിടെ വരുമെന്ന് അറിയാടാ ശവി. നിന്നെ കാത്തു തന്നെ ഞാൻ അവിടെ നിക്കണേ.
കലൂർക്കട എന്നെ വിട്, ഞാനെല്ലാം പറയാം. നിന്നെ ഏൽപ്പിച്ച പോലെയാ എന്നെ ഏൽപ്പിച്ചത്. സത്യമായിട്ടും എനിക്കവരെ അറിയില്ല. ഇന്ന് അവളുടെ അവസാന ദിവസമാണ്. ഞാനില്ലെങ്കിലും അവരവളെ കൊല്ലും. നിനക്ക് അവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പോയി രക്ഷിക്കേ. തൃപ്തിയായില്ലേ? നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. സ്വന്തം മോളായിട്ട് പോലും ഒരല്പമെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എല്ലാം ഇവർക്ക് കൊടുത്തില്ലേ? ചെറുപ്പം മുതൽ ഞാൻ ആശിച്ചതെല്ലാം ഇവർക്ക് കൊടുത്തില്ലേ? എന്റെ ഉണ്ണിയെ പോലും എനിക്ക് ബാല, ഹലോ ബാലേട്ടാ, എന്താ ബാലേട്ടത്? യമുന തമ്പുരാട്ടിക്ക് ഒറ്റയ്ക്കായിട്ട് പോവാ. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും നിങ്ങൾക്ക് നല്ലതേ വരും. ബെസ്റ്റ് ഓഫ് ലക്ക്.